ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 22, പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും. 22:1. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ ഒരു വചനം. ഇത് സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വചനമാണ്. ജീവിതത്തിൽ എപ്പോഴൊക്കെ സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇതൊരു പരിത്യക്തൻ്റെ രോദനമാണ്, എന്നാൽ ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളെല്ലാം ദൈവത്തിലുള്ള വലിയ പ്രത്യാശയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യ ഭാഗം സങ്കീർത്തനത്തിൻ്റെ പരിത്യക്തൻ്റെ ഒരു വേദനയാണ്, രോദനമാണ്, ഒരു കരച്ചിലാണ്. 16 വാക്കുകൾ, 16-17 വചനങ്ങൾ പ്രകാരം നമ്മൾ കണ്ടെത്തും. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. ഈശോയുടെ കുരിശുമരണ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രവചനാത്മകത നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യാശയും കൂടെ ഈ സങ്കീർത്തകൻ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 വചനത്തിൽ പ്രകാരം നമ്മൾ കാണും. അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. അപ്പോൾ ആദ്യ ഭാഗം ഒരു രോദനമാണ് എങ്കിൽ രണ്ടാം ഭാഗം തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് സഭാമധ്യത്തിൽ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടുമുട്ടുക. ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയെങ്കിലും ദൈവം തന്നെ ഉപേക്ഷിച്ചതല്ല, തൻ്റെ സഹനത്തിലൂടെ ദൈവം എനിക്ക് രക്ഷ നൽകിയതാണ് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിയുമ്പോൾ പിന്നീട് സഭാമധ്യത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് സങ്കീർത്തകൻ്റെ ജീവിതം അപ്രകാരമാണ്. ദൈവം ഉപേക്ഷിച്ചു എന്ന് തോന്നി രാവും പകലും അദ്ദേഹം കരഞ്ഞ് അപേക്ഷിച്ചു. ചിലപ്പോൾ വിളി കേട്ടില്ല എന്ന് തോന്നി. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സഹനത്തിൻ്റെ അപ്പുറത്ത് വലിയ ഒരു ഉത്ഥാനത്തിലൂടെ സഭാമധ്യത്തിൽ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് ലഭിച്ച അവസരം നമുക്ക് അറിയാം. അപ്പോൾ സഹനങ്ങൾ പിന്നീട് അത് മഹത്വത്തിലേക്കും, മഹത്വം അത് വലിയ പ്രഘോഷണത്തിലേക്കും വഴിവെക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നാം നഷ്ടധൈര്യരാകരുത്. ഈ സഹനം നാളെ മഹത്വമായിട്ട് മാറും എന്ന് മാത്രമല്ല, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ മഹത്വത്തെ പ്രഘോഷിക്കുന്നവരായിട്ട് കൂടെ ദൈവം നമ്മളെ മാറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോയുടെ ജീവിതത്തിലെ സഹനങ്ങൾ അത് മഹത്വത്തിലേക്കാണ് നയിച്ചത്. അതൊരുപാട് ആളുകൾക്ക് സഹനത്തിൽ വലിയ പ്രത്യാശയാണല്ലോ നൽകിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നാളെ വലിയ പ്രത്യാശയിലേക്ക് അനേകരെ നയിക്കുന്നതിനുള്ള ദീപമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.